പരിശുദ്ധാത്മാവിന്റെ തിരുനാൾ മഹോത്സവത്തിന് ഒരുക്കമായി ദൈവരാജ്യ അനുഭവ ധ്യാനത്തിൽ പങ്കെടുക്കുവാൻ ഒരുങ്ങിയിരിക്കുന്ന നമ്മൾ ഈ 14-ാം ദിവസത്തെ ധ്യാനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ, കഴിഞ്ഞ ദിവസം നമ്മൾ വിചിന്തനം നടത്തിയ ശതാധിപന്റെ വിശ്വാസത്തിൽ നിന്ന് ആരംഭിക്കാം. ശതാധിപന്റെ വിശ്വാസത്തെ പുകഴ്ത്തിക്കൊണ്ട് ഈശോ ഇങ്ങനെ പറഞ്ഞു: വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഇതുപോലുള്ള വിശ്വാസം ഇസ്രായേലിൽ ഒരുവനിൽ പോലും ഞാൻ കണ്ടിട്ടില്ല. വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും നിരവധി ആളുകൾ വന്ന് അബ്രാഹത്തോടും ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ സ്വർഗരാജ്യത്തിൽ വിരുന്നിനിരിക്കും. രാജ്യത്തിന്റെ മക്കളാകട്ടെ പുറത്തുള്ള അന്ധകാരത്തിലേക്ക് എറിയപ്പെടും. യേശുക്രിസ്തുവിൽ അസാധാരണമായ വിശ്വാസം ഏറ്റുപറഞ്ഞ ശതാധിപന്റെ ജീവിത പശ്ചാത്തലത്തിൽ ഈശോ പറയുന്നത്, ദൈവരാജ്യം ആർക്കാണുള്ളത്? ഈശോയിൽ വിശ്വസിക്കുന്നവർക്കാണുള്ളത്. ഈശോ ദൈവമാണ് എന്ന് വിശ്വസിക്കണം എന്ന ഒരു വിഷയം നമ്മൾ കഴിഞ്ഞ ദിവസം ധ്യാനിക്കുകയുണ്ടായി. ഇന്ന് നാം ധ്യാനിക്കുന്നത് യേശു കർത്താവാണ് എന്ന് വിശ്വസിക്കണം എന്നതിനെ പറ്റിയാണ്. കർത്താവിന്റെ ഉത്ഥാനത്തിന് ശേഷം അപ്പസ്തലന്മാരുടെ പ്രധാനപ്പെട്ട പ്രസംഗ വിഷയം യേശു കർത്താവാണ് എന്നതായിരുന്നു. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ പെന്തക്കോസ്ത തിരുനാളിന്റെ പശ്ചാത്തലത്തിൽ, പെന്തക്കോസ്ത അനുഭവത്തിന്റെ പശ്ചാത്തലത്തിൽ പത്രോസ് നടത്തിയ പ്രസംഗം ഇങ്ങനെയാണ് സമാപിപ്പിക്കുന്നത്: നിങ്ങൾ കുരിശിൽ തറച്ച യേശുവിനെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി ഉയർത്തിയെന്ന് ഇസ്രായേൽ ജനം മുഴുവനും വ്യക്തമായി അറിയട്ടെ. യേശുവിനെ കർത്താവായി ദൈവം ഉയർത്തി. ഇതാണ് സുവിശേഷം. മരത്തിൽ തൂക്കപ്പെട്ടവൻ സകലത്തിൻ്റെയും കർത്താവായി മഹിമയണിഞ്ഞു. ഇതാണ് സുവിശേഷം. അതുകൊണ്ടാണ് ക്രിസ്തുവിനെ ഏറ്റവും വിരോധിയായിരുന്ന ഒരു കാലത്ത് ക്രിസ്തുവിലുള്ള വിശ്വാസം നാമാവശേഷമാക്കാൻ വേണ്ടി ജീവിതം തന്നെ ഒഴിഞ്ഞു വെച്ച പൗലോസ് യേശു ആരാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 9 മുതൽ വാക്യങ്ങളിൽ ഇങ്ങനെ എഴുതുന്നു: ആകയാൽ ദൈവം യേശുവിനെ അത്യധികം ഉയർത്തി എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം നൽകുകയും ചെയ്തു. ഇത് യേശുവിന്റെ നാമത്തിന് മുൻപിൽ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകലരും മുഴങ്കാൽ മടക്കുന്നതിനും യേശു ക്രിസ്തു കർത്താവാണ് എന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി എല്ലാ നാവുകളും ഏറ്റുപറയുന്നതിനും വേണ്ടിയാണ്. ദൈവം യേശുവിനെ എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം നൽകി ഉയർത്തേണ്ട ഉദ്ദേശം നാവുള്ളവരെല്ലാം യേശുവിനെ കർത്താവ് എന്ന് ഏറ്റുപറയാൻ വേണ്ടിയാണ്. അന്ത്യ അത്താഴത്ത് ശിഷ്യന്മാരുടെ കാലുകൾ കഴുകിയ ശേഷം ഈശോ നടത്തിയ സംഭാഷണം വളരെ ശ്രദ്ധേയമാണ്. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ 12-ാം വാക്യത്തിൽ ഈശോ പറയുകയാണ്: നിങ്ങൾ എന്നെ ഗുരുവെന്നും കർത്താവ് എന്നും വിളിക്കുന്നു. അത് ശരി തന്നെ, ഞാൻ ഗുരുവും കർത്താവുമാണ്. നിങ്ങളുടെ കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ നിങ്ങളും പരസ്പരം പാദങ്ങൾ കഴുകണം. അവിടെ ഈശോ 3 പ്രാവശ്യം സ്വന്തം നാവ് കൊണ്ട് ഏറ്റുപറയുന്നുണ്ട്, അവിടുന്ന് കർത്താവ് തന്നെയാണ്. എന്താണ് കർത്താവ് എന്ന വാക്കിന്റെ പ്രത്യേക അർത്ഥം? ഇത് മനസ്സിലാക്കണമെങ്കിൽ പഴയ നിയമത്തിലേക്ക് നാം പോകണം. യഹൂദർ ദൈവനാമം ഉച്ചരിക്കാൻ ധൈര്യപ്പെട്ടിരുന്നില്ല.
ദൈവത്തോടുള്ള അത്യസാധാരണമായ ബഹുമാനവും ഭയവും സ്നേഹവും മൂലം അവർ ദൈവമെന്ന നാമം ഉപയോഗിക്കുന്നതിന് പകരം കർത്താവ് ഹീബ്രു ഭാഷയിൽ അദോനായി എന്ന വാക്കാണ് ഉപയോഗിച്ചിരുന്നത്. ദൈവത്തെ മാത്രം അഭിസംബോധന ചെയ്യാൻ യഹൂദർ ഉപയോഗിച്ചിരുന്ന വാക്കാണ് കർത്താവ്. പുതിയ നിയമത്തിൽ യേശുവിനെ കർത്താവെന്ന് വിളിക്കാൻ ഉള്ള പശ്ചാത്തലം ഇത് തന്നെയാണ്. പഴയ നിയമത്തിൽ യഹോവയെ കർത്താവെന്ന് വിളിച്ചെങ്കിൽ പുതിയ നിയമത്തിൽ യേശുവിനെ കർത്താവെന്ന് വിളിക്കുന്നതിൻ്റെ അർത്ഥം പിതാവായ ദൈവത്തിന് എല്ലാ തരത്തിലും എല്ലാ അർത്ഥത്തിലും യേശു തുല്യനാണ്, അഥവാ യേശു ദൈവം തന്നെയാണ് എന്ന് ഉറപ്പിച്ചു പറയാൻ വേണ്ടിയാണ് കർത്താവെന്ന് വിളിച്ചിരുന്നത്. ആദിമ നൂറ്റാണ്ടിൽ ക്രിസ്തുവർഷം 312 മിലാൻ വിളംബരത്തിന് മുമ്പുള്ള കാലഘട്ടത്തിൽ ക്രിസ്തുമതം നിരോധിത മതമായിരുന്നു. ക്രിസ്തുമതം നിരോധിക്കപ്പെട്ട മതമായിരുന്നു. യേശുവിനെ കർത്താവ് എന്ന് വിളിച്ചു പറയാൻ അനുവാദമില്ലായിരുന്നു. പകരം റോമൻ ചക്രവർത്തിയായ സീസറിനെ കർത്താവ് എന്ന് വിളിക്കണമെന്നത് നിയമമായിരുന്നു. സീസറിനെ കർത്താവ് എന്ന് വിളിക്കാത്ത ഓരോരുത്തരെയും ജീവനോടെ പൊരിച്ച് ചുട്ട് കൊല്ലുമായിരുന്നു, അല്ലെങ്കിൽ സിംഹങ്ങളുടെ വായിലേക്ക് എറിഞ്ഞു കൊടുക്കും, അഥവാ എണ്ണ തിരിയായി കത്തിച്ചു കളയുമായിരുന്നു മനുഷ്യരെ, ക്രൈസ്തവരെ. പക്ഷെ ക്രിസ്ത്യാനികൾ പറഞ്ഞു, ഞങ്ങൾ യേശുവിനെ മാത്രമേ കർത്താവ് എന്ന് വിളിക്കുകയുള്ളൂ. സീസർ മനുഷ്യനാണ്, ദൈവമല്ല. യേശു ദൈവമാണ്, ദൈവവും മനുഷ്യനുമാണെങ്കിലും ദൈവമാണ്. അതുകൊണ്ട് യേശുവിനെ മാത്രമേ കർത്താവെന്ന് വിളിക്കുകയുള്ളൂ എന്നവർ പറഞ്ഞു. അതിന് കിട്ടിയ സമ്മാനം എന്താണ്? ജീവനോടെ അവരെ തീയിലേക്ക് എറിഞ്ഞു, ജീവനോടെ അവരുടെ സിംഹങ്ങളുടെ കുഴിയിലേക്ക് എറിഞ്ഞു. അവരുടെ ജീവൻ മീൻ വറുത്ത് പൊള്ളിക്കുന്നത് പോലെ ചുട്ട് കളഞ്ഞു. അപ്പോൾ സന്തോഷത്തോടെ അവർ യേശുവാണ് കർത്താവ്, ജീസസ് ഈസ് ലോർഡ് എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് മരണമടഞ്ഞത്. ആദിമ ക്രൈസ്തവർ യേശുവിനെ കർത്താവെന്ന് പ്രഘോഷിക്കാൻ വേണ്ടി സ്വന്തം ജീവൻ വിലയായി കൊടുത്തു. ഇന്ന് നമ്മൾ യേശുവിനെ കർത്താവെന്ന് വിളിക്കുമ്പോൾ അതിൻ്റെ അർത്ഥവും വിലയും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിന്റെ മുഴുവൻ മേലും പരമാധികാരം യേശുവിനാണെന്ന് പ്രഖ്യാപിക്കുകയാണ്. യേശുവേ കർത്താവേ, അല്ലെ കർത്താവായ യേശുവേ നാം പറയുമ്പോൾ നമ്മൾ അർത്ഥമാക്കുന്ന ഇതാണ്: നമ്മുടെ ജീവിതത്തിന്റെ മേൽ നമുക്ക് യാതൊരു അധികാരവുമില്ല. സമ്പൂർണ്ണ ആധിപത്യവും അധികാരവും യേശുക്രിസ്തുവിന് നമ്മുടെ മേലുണ്ട്. നമ്മുടെ മേൽ മാത്രമല്ല, ലോകത്തിലെ സർവ്വ സൃഷ്ടികളുടെയും മേൽ സമസ്ത അധികാരവും ക്രിസ്തുവിനാണുള്ളത്. അതുകൊണ്ടാണ് ഈശോ തന്റെ ഉദ്ധാനത്തിന് ശേഷം സ്വർഗാരോഹണത്തിന് മുമ്പ് ശിഷ്യന്മാരെ 11 പേരെ അടുത്ത് വിളിച്ച് പറഞ്ഞു, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിക്ഷപ്പെടുത്തുവിൻ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അവരെ സ്നാനപ്പെടുത്തുവിൻ. ഇങ്ങനെ കൽപ്പിക്കാൻ ഈശോയ്ക്ക് സാധിച്ചത് എന്തുകൊണ്ടാണ്? ഈശോ സകലത്തിന്റെ യഥാർത്ഥ കർത്താവായതുകൊണ്ടാണ്. ആകയാൽ പ്രിയപ്പെട്ടവരെ, യേശുവിനെ കർത്താവെന്ന് അധരം കൊണ്ട് ഏറ്റുപറഞ്ഞാൽ മാത്രം പോരാ, യേശുവിനെ നമ്മുടെ ഈ പ്രായോഗിക ജീവിതത്തിന്റെ നിയന്താവും നായകനും കർത്താവുമാക്കിയിരിക്കണം. അതിന് നമുക്ക് ആഗ്രഹിക്കാം, അതിന് പരിശ്രമിക്കാം, അതിനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, ഞങ്ങളുടെ അധരം കൊണ്ട് അങ്ങേ കർത്താവേ എന്ന് വിളിക്കാൻ മാത്രമുള്ള വിശ്വാസം ഞങ്ങൾക്ക് തന്നതിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന പൂർവികർ അങ്ങേ കർത്താവെന്ന് വിളിക്കാൻ വേണ്ടി ജീവൻ തന്നെ വിലയായി കൊടുക്കേണ്ടി വന്നു. യേശുനാഥ, ഞങ്ങൾ അധരം കൊണ്ട് അങ്ങേ കർത്താവെന്ന് വിളിക്കുന്നത് ജീവിതം കൊണ്ട് തെളിയിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ. ഞങ്ങളുടെ ജീവിതം ഞങ്ങളുടെ തന്നിഷ്ടം പോലെ നയിക്കാതെ യേശു ക്രിസ്തുവിന്റെ തിരുമനസ്സിനനുസരിച്ച് ജീവിച്ച് യേശു യഥാർത്ഥത്തിൽ ഞങ്ങളുടെ കർത്താവാണ് തെളിയിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രൈസ് ദി ലോർഡ്.